ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് കിച്ചണിലാണ് പരിപാടി. ഇന്ന് ഒരു ബിരിയാണി എന്ന് പറയാവോ എന്നറിയില്ല. ഒരു ചിക്കനൊക്കെ ഉണ്ട്, നെയ്ച്ചോറരി ഉണ്ട്. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഉള്ള ഒരു സംഭവം. എന്നാലും നമുക്ക് ബിരിയാണി എന്ന് വിളിക്കാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, വലിയ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സാധാ കോഴിക്കറി വെക്കണതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അരിയിട്ട മാതിരിയാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. കാരണം ബിരിയാണി ഉണ്ടാക്കാനുള്ള വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തട്ടിക്കൂട്ടിൽ നമ്മൾ ചെയ്തു പോകണം. പിന്നെയെന്ന് വെച്ചെങ്കിൽ എൻ്റെ വീഡിയോ എടുത്തപ്പോൾ മുഖം ഒരുമാതിരി എന്തോ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന മാതിരി ഉണ്ടെന്ന് എനിക്ക് തോന്നുക. അത് ഞാൻ ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ കോൺസെൻട്രേഷനാണ്. ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യുമല്ലോ, അതുകൊണ്ടാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കിങ്ങനെ ഈ വോയിസ് വീഡിയോ എടുത്തതിന് ശേഷം ഇങ്ങനെ ഈ വോയിസ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കച്ചറ പരിപാടിയാണിത്. കാരണം ചില കുറേയൊക്കെ നമ്മൾ പിന്നെയും ഓഡിയോ എടുത്തോണ്ടേ ഇരിക്കേണ്ടി വരും. ഭയങ്കര ഇടങ്ങാറുള്ള പണിയാണിത്. എനിക്ക് വീഡിയോയിൽ തന്നെ സംസാരിക്കുന്നതൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ സ്പീക്കറിൻ്റെ അവിടെ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായതുകൊണ്ട് അതൊന്നും ഇപ്പോൾ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്താക്കി, നമ്മൾ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ചു. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെന്താക്കി, അരി കേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് തിളയ്ക്കണം. തിളച്ച് വന്നു. ഇനി നമ്മളെന്താക്കുക, കെഗ്ഗ് അരി ഇടണം. ഇത് ഉണ്ടാക്കി വന്നപ്പോഴത്തേനും, അതായത് ആകെ ചെറിയ കുക്കറാണ്. അതിൻ്റെ ഇടയിൽ ചിക്കനും അരിയും ഒക്കെപ്പാടെ വെന്ത് പൊങ്ങുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിനി. അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി, വിസിൽ വെച്ചിട്ടുണ്ടായില്ല. അതിന് പകരം ഗ്ലാസ് വെച്ചു. അങ്ങനെ നമ്മളെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താക്കി, ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് ഡിയും ഒക്കെ മാറ്റിയിട്ട് വേണമെങ്കിൽ ബിണി എന്നൊക്കെ ഇതിനെ വിളിക്കാം. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, തിന്നാൽ പോവാം. രസമൊക്കെ നോക്കി എന്നാൽ കാര്യം നോക്കാൻ നടക്കുന്നില്ല. അപ്പോൾ മോളുണ്ട്, അപ്പോൾ മോൾക്ക് വാരി കൊടുക്കാനാണ് കാണുന്നത്. അപ്പം ഞാനും ഓളും കൂടി കുത്തിയിരുന്ന് അത് തീർത്തു. ഞാൻ കുറച്ച് പൊരിച്ചിട്ടും കൂടി ഉണ്ട്. ഇനി സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും അച്ചാറോ അല്ലെങ്കിൽ സലാസ് എന്തെങ്കിലും വേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. ഞാൻ പിന്നെ പോയി വാങ്ങിയില്ല. ചെറിയൊരു മടി കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.